ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരുടെയും പഠനം നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സെഷനിൽ സെറ്റ് ജനറൽ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, എന്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്? ഇവാലുവേഷൻ എന്നുള്ളൊരു മൊഡ്യൂൾ ഉണ്ട് അല്ലേ നമുക്ക്, അല്ലെ? ഇവാലുവേഷൻ എന്നുള്ളൊരു മൊഡ്യൂൾ ഉണ്ട്. ഈ ഇവാലുവേഷൻ എന്നുള്ള മൊഡ്യൂളിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, മുടക്കമില്ലാതെ തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ആ ഇവാലുവേഷനിൽ തന്നെ ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനും ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, നോം റെഫറൻസ്ഡ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷെ അതിൽ തന്നെ റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഉണ്ട്, ഡിറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, പിന്നെ ഇപ്സേറ്റീവ് അസസ്മെന്റ്, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ഇവാലുവേഷൻ എന്നുള്ള ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവാലുവേഷൻ എന്നുള്ള മൊഡ്യൂളില് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക ആൻഡ് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് മാർക്ക് കിട്ടുന്നുണ്ടോ, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് നമ്മൾ തരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി ഈ 10 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, ഓക്കെ, 10 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Vilasini is a teacher who keeps a teaching journal or diary regularly. Shyamala is another teacher who creates and utilizes the self-assessment forms regularly. What is common among them? വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്, 2 ടീച്ചേഴ്സ് ഉണ്ട്. ഒരു ടീച്ചർ എന്താണ്, who keeps a teaching journal or diary regularly. And മറ്റേ ടീച്ചർ who creates and utilizes the self-assessment forms regularly. So what is common among them? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. And we have 4 options. നോക്കിക്കേ, both of them have high regard for their profession. Both of them give priority in assessment aspect of education. Both of them use reflective strategies in teaching. Then both of them use continuous and comprehensive evaluation. ഏതാണ് ഇതിന് ഉത്തരം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ ഈ പറയുന്ന സ്പീഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഞാൻ മാറിത്തരാം, നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ എപ്പോഴും, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ CCയിലെ സ്റ്റുഡൻസിനോടാണെങ്കിലും ലൈവ് ക്ലാസ്സിൽ സ്ഥിരം പറയുന്ന കാര്യമാണ്, അതായത് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ ഇരിക്കുന്നത്, അതായത് എക്സാമിന് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര സീരിയസ്നെസ്സോട് കൂടിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അതേ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ ലൈവ് ക്ലാസ്സിലും ജോയിൻ ചെയ്യണം. ക്ലാസ് കാണുമ്പോഴൊക്കെ ആ ഒരു രീതിയിൽ ഇരിക്കുക. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ അത്രയും എന്ത് ചെയ്യും, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചുമ്മാ അങ്ങനെ ക്ലാസ് കാണുന്നു, ആൻസർ ചെയ്യുന്നു, എന്നിട്ട് ആ സമയത്ത് ഭയങ്കര സീരിയസ് ആവുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നോക്കുക എന്നുള്ളതാണ്. ഏതാണ് ഇതിന് ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ ആണ് അല്ലെ. കാരണം ടീച്ചിങ് ജേർണൽ അല്ലെങ്കിൽ ഡയറി റെഗുലർലി എന്ന് പറയുന്നുണ്ട്. ആൻഡ് വേറെ ടീച്ചർ ക്രിയേറ്റ്സ് ആൻഡ് യൂട്ടിലൈസസ് സെൽഫ് അസസ്മെന്റ് ഫോംസ് റെഗുലർലി എന്ന് പറയുമ്പോൾ അത് എന്താണ്? നമ്മളിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ്, നമ്മളെല്ലാവരും B.Ed ഒക്കെ കഴിഞ്ഞതാണ്. സോ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു ഡയറി നമ്മൾ സൂക്ഷിക്കുമായിരുന്നു. അത് എന്ത് ഡയറി ആയിരുന്നു? ആ ഡയറിന്റെ പേരാണ് റിഫ്ലക്റ്റീവ് ജേർണൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ഡയറി എന്ന് പറയുന്നത് ആണല്ലോ. അതൊരു സെൽഫ് അസസ്മെന്റ് ഫോം ആണ് അല്ലെ, നമ്മളെ തന്നെ അസസ് ചെയ്യുന്നതാണ്. അല്ലാതെ കുട്ടികളെ അസസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ഒരു റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, ഇനി എന്താണ് മാറ്റങ്ങൾ വരുത്താനുള്ളത്, അങ്ങനെയുള്ളൊരു സെൽഫ് അസസ്മെന്റ് ഫോമാണ് ഈ റിഫ്ലക്റ്റീവ് ജേർണൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ഡയറി എന്ന് പറയുന്നത്. അപ്പൊ അതല്ലേ കോമൺ ആയിട്ട് 2 ടീച്ചേഴ്സിനുള്ളത്. അപ്പൊ ഏതാണ് ഇതിന് ആൻസർ വരിക? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ബോത്ത് ഓഫ് ദം യൂസ് റിഫ്ലക്റ്റീവ് സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ്. എന്താണ്? ബോത്ത് ഓഫ് ദം യൂസ് റിഫ്ലക്റ്റീവ് സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് ലെവൽസ് ഓഫ് ടീച്ചിങ് ഒക്കെ ഉണ്ടല്ലോ, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, അതിന്റെ കൂടെ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ ലെവൽസ് ഓഫ് ടീച്ചിങ്ങും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കാരണം റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവാലുവേഷൻ ആണ്. ഞാൻ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞേ ഉള്ളൂ, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുന്നു.
Which of the following is not an objective of diagnostic test? And we have 4 options. To assess students' strength in a specific subject area, to assess students' weakness in a specific subject area, to grade students in a specific subject area, to know how much students know about a subject area. ഇതിൽ ഏതാണ് ആൻസർ? നിങ്ങൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുക? ഒന്ന് നന്നായിട്ട് നോക്കുക ആൻഡ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, പല സ്റ്റുഡൻസും എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഞാൻ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് പല സ്റ്റുഡൻസും ഈ ഒരു നോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആൻസർ ആയിട്ട് പറഞ്ഞത് ടു അസസ് സ്റ്റുഡൻസ് വീക്ക്നെസ് ഇൻ എ സ്പെസിഫിക് സബ്ജക്ട് ഏരിയ എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്. ടു നോ ഹൗ മച്ച് സ്റ്റുഡൻസ് നോ അബൌട്ട് എ സബ്ജക്ട് ഏരിയ എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്. എന്താണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്? ഈ നോട്ട് കണ്ടില്ല അല്ലെ? നോട്ട് കണ്ടില്ല. ഈ നോട്ട് കാണാൻ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതിൽ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് പല സ്റ്റുഡൻസും കാണില്ല. നിങ്ങളിപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അതായത് ഈ നോട്ട് ശ്രദ്ധിക്കാതെ ബാക്കി എയോ ബിയോ ഡിയോ ഒക്കെ പറഞ്ഞ സ്റ്റുഡൻസ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ നോട്ട് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യണേ. കാരണം നിങ്ങളുടെ അതൊരു പ്രശ്നമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം പല സ്റ്റുഡൻസും ഇപ്പോൾ ഇൻക്ലൂഡിങ് ഇപ്പൊ ഞാനാണെങ്കിലും ഞാനിപ്പോ ഒരു എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഞാനെന്ന് പറയുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നതാ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മൾ കാണില്ല അല്ലെ? കാണില്ല, എന്താണെന്നറിയില്ല, അത് കാണില്ല. അപ്പൊ ഈ നോട്ട് പക്ഷെ ശ്രദ്ധിക്കുക. ഒരു മാർക്കാണ് അവിടെ പോകുന്നത് അല്ലെ? ഒരു മാർക്കിന്റെ ബേസിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടല്ലോ. അതായത് എനിക്ക് ഇടയ്ക്ക് നോട്ട് കാണാറില്ല എന്നൊരു നമുക്കൊരു സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റിനും അതിൽ നോട്ട് ഉണ്ടോ നോട്ട് ഇല്ലേ എന്ന് നമ്മൾ തന്നെ ഒന്ന് നന്നായിട്ട് നോക്കുക. അതേ വഴിയുള്ളൂ, അല്ലാതെ ഇതിൽ വേറെ ഒരു വഴിയുമില്ല. അപ്പൊ ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നോട്ട് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്? ഏതാണ് അല്ലാത്തത്? ഓപ്ഷൻ സി ആണ്, ടു ഗ്രേഡ് സ്റ്റുഡൻസ് ഇൻ എ സ്പെസിഫിക് സബ്ജക്ട് ഏരിയ. നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് ഓരോരുത്തർക്കും ഗ്രേഡ് കൊടുക്കുക എന്ന് പറയുന്നതിലില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നു. അതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ കോമൺലി കുട്ടികൾക്ക് മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഏരിയ വെച്ച് പിന്നെയും നമ്മൾ ടെസ്റ്റ് നടത്താറുണ്ട് അല്ലെ? കുട്ടികളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ടു ഗ്രേഡ് സ്റ്റുഡൻസ് ഇൻ എ സ്പെസിഫിക് സബ്ജക്ട് ഏരിയ. അതാണ് ഒബ്ജക്റ്റീവ് അല്ലാത്ത ഒരു ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിൽ ഓപ്ഷൻ സി എന്ന് എഴുതിയവർക്ക് 2 മാർക്ക് ഉണ്ട്. 2 മാർക്ക് മീൻസ് നേരത്തെ 1 മാർക്ക് കിട്ടിയ കുട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിന് 1 മാർക്ക് ഉണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇവാലുവേഷൻ? ഞാൻ പറഞ്ഞു ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം ഇവാലുവേഷൻ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ 4 എണ്ണം പഠിച്ചു വെക്കും. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ്. പക്ഷെ അത് മാത്രമല്ല എക്സാമിന് ചോദിക്കുന്നത്. കണ്ടോ? ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇവാലുവേഷൻ? അവിടെയും ഉണ്ട് നോട്ട്. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ എന്തായാലും നിങ്ങൾ നോട്ട് കാണും അല്ലെ? നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇവാലുവേഷൻ ആണ്. ടു ഡിറ്റർമിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡിസബിലിറ്റി, ടു ഡിറ്റർമിൻ ദ എഫക്ട് ഓഫ് എ ഡിസബിലിറ്റി, to determine need for specialized services, to determine the instructional strategies. ഏതാണ് വരുന്നത്? വീഡിയോ പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഏതാണ് ആൻസർ? ടു ഡിറ്റർമിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിസബിലിറ്റി. അത് ആക്ച്വലി ഒരു ഇവാലുവേഷൻ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ടു ഡിറ്റർമിൻ ദ എഫക്ട് ഓഫ് ഡിസബിലിറ്റി, അതും എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ? ടു ഡിറ്റർമിൻ ദ നീഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് സർവീസ്, എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് സർവീസിന്റെ ആവശ്യമുണ്ടോ എന്ന കാര്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? ഒരു പാർട്ട് ഓഫ് ഇവാലുവേഷൻ ആണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷേ ടു ഡിറ്റർമിൻ ദ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, ആദ്യം ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യും? ഡിറ്റർമിൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ആ പ്ലാനിങ് ഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫേസിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇവാലുവേഷന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരില്ല. അത് ഏറ്റവും ആദ്യത്തെ ഒരു ഫേസ് ആണ് അല്ലേ? ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്ലാനിങ് ഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫേസിലാണ് ഈ ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ഇവാലുവേഷൻ ദാറ്റ് മോണിറ്റേഴ്സ് ലേണിംഗ് പ്രോഗ്രസ്. ഇതാണ് ഇപ്പൊ ഇതിൽ കണ്ടതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാ അല്ലെ? ഈ ഫോർമേറ്റീവും സമ്മേറ്റീവും ഡയഗ്നോസ്റ്റിക്കും പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമ്മൾ പഠിക്കുന്നതാണ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഇവാലുവേഷൻ ദാറ്റ് മോണിറ്റേഴ്സ് ദ ലേണിംഗ് പ്രോഗ്രസ്. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? ഡ്യൂറിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്വിസും ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നു, അതാണെങ്കിൽ ഫോർമേറ്റീവ് ആണ്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ആണ് അല്ലേ? ആനുവൽ എക്സാം നടത്തുന്നത്, അതൊക്കെ എന്താ? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഇനി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കുട്ടിന്റെ സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാനായിട്ടാണ് നടത്തുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ, ആ ഏരിയ മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന കാര്യമൊക്കെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്താ? പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു പ്ലേസ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആവാം, വാട്ടെവർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈപ്പ് ഇവാലുവേഷൻ ആണ് എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. The distinguishing feature of standardized test from teacher made test is. കാണുമ്പോൾ ഒരു വലിയ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വലിയ ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ചെറിയ ക്വസ്റ്റൻ ആയിരിക്കും വളരെ ടഫായിട്ട് വരുന്നത്, വലിയ ക്വസ്റ്റൻ ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതും വളരെ ഈസി ക്വസ്റ്റൻ ആണ്. The distinguishing feature of standardized test from teacher made test is. Validity and reliability of the test are ensured using statistical techniques. It is meant for specific small set of students in a class or school. It is meant for comparing the levels of attainment of large groups with the norms. Judgment of the teacher is the only criterion for selection of items to be included in the test. And we have 4 options: 1 and 2 only, 1 and 3 only, 2 and 4 only, 1, 3 and 4 only. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് നോക്കിക്കേ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓക്കെ, ഞാൻ പറയാം. ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഫ്രം ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം താഴത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ വായിക്കുന്നത് മനസ്സിലാവണം. എന്താ? സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഫ്രം ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ്. അതായത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടെത്തണ്ടേ? ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ ആണോ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ ആണോ? അല്ല, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. അത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണല്ലോ? So validity and reliability of the test are ensured using statistical technique. അത് കറക്റ്റ് ആണ്. കാരണം ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ നെറ്റ് എക്സാം, സെറ്റ് എക്സാം ഒക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റാ. അതെല്ലാവർക്കും ആയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ്. അപ്പൊ അതിൽ വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി അതൊക്കെ മസ്റ്റ് ആണ് അല്ലെ? മസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഒന്നാമത്തെ ശരിയാണ്. അടുത്തത്, ഇറ്റ് ഈസ് മെന്റ് ഫോർ സ്പെസിഫിക് സ്മോൾ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾക്ക് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണോ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്? അല്ല, അത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ്. ഇപ്പൊ ഒരു ഇന്റേണൽ ടെസ്റ്റ്, ഒരു ക്ലാസ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ്. ടീച്ചറാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ കുറെ പേര് ചേർന്ന് വാലിഡിറ്റിയും റിലയബിലിറ്റി ഒക്കെ നോക്കി ഉണ്ടാക്കുന്ന ഒരു സാധനം അല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വരില്ല. സോ 1 വന്നു 2 ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. ദെൻ ഇത് നമുക്ക് 2 ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. ദെൻ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 1 and 3 ഓൺലി ആണോ, 1, 3 and 4 ഓൺലി ആണോ? ഈ 2 ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി അല്ലേ? നോക്കാം. ഇറ്റ് ഈസ് മെന്റ് ഫോർ കമ്പയറിംഗ് ദ ലെവൽസ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് ലാർജ് ഗ്രൂപ്പ്സ് വിത്ത് നോംസ്. അത് കറക്റ്റ് അല്ലേ? കാരണം ഇതിന് ഇപ്പൊ നിങ്ങളുടെ സെറ്റ് എക്സാം ആണെങ്കിലും ഇതിനനുസരിച്ചിട്ടാണ് കുറെ പേര് തമ്മിൽ കമ്പയർ ചെയ്ത് കുറച്ച് പേർക്ക് കിട്ടുന്നു, കുറച്ച് പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് 3 ശരിയാണ്. അടുത്തത്, ജഡ്ജ്മെന്റ് ഓഫ് ദ ടീച്ചർ ഈസ് ദ ഓൺലി ക്രൈറ്റീരിയൻ ഫോർ സെലക്ഷൻ ഓഫ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ ടെസ്റ്റ്. ജഡ്ജ്മെന്റ് ഓഫ് ടീച്ചർ എന്ന് പറയുമ്പോൾ അതാണോ? അത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് അല്ലേ? സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 4 വരില്ല. സോ 1 and 3 ഓൺലി, ദാറ്റ് ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നിങ്ങളും ബി ആണ് ആൻസർ ചെയ്തത്, അതോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. കാരണം നേരെ നമുക്ക് ക്വസ്റ്റ്യൻ തിരിച്ച് മനസ്സിലാക്കിയവരുണ്ടല്ലോ. മീൻസ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ ഫീച്ചർ നോക്കുന്നവര് ഇതിൽ ഏതാ നോക്കുക? 2 നോക്കും ആൻഡ് 4 നോക്കും. സോ ഓപ്ഷൻ സി എഴുതും ആൻസർ. കാരണം നിങ്ങൾ തെറ്റിക്കാനായിട്ട് അവിടെ ആ ഒരു ഓപ്ഷനും തന്നിട്ടുണ്ടാവും അല്ലെ? ഇവിടെ 2ഉം 4ഉം ആണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തവരുണ്ടോ ഇതില്? അങ്ങനെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലതുപോലെ തന്നെ വായിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഓക്കെ ആണല്ലോ?
അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ടീച്ചിങ് പ്രോസസ് ഇൻ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുക അല്ലെ, അതാണ് ക്വസ്റ്റ്യൻ. കണക്ടിങ് ദ പ്രസന്റ് നോളജ് വിത്ത് ദ പ്രീവിയസ് നോളജ്, ഇവാലുവേഷൻ, റീടീച്ചിങ്, ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിന് കറക്റ്റ് ആയിട്ട് ഓർഡർ ആക്കണം, അതാണ് നമ്മുടെ ടാസ്ക് അല്ലെ. സോ കണക്ടിങ് ദ പ്രസന്റ് നോളജ് വിത്ത് ദ പ്രീവിയസ് നോളജ്, ഇവാലുവേഷൻ, റീടീച്ചിങ്, ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽ. പറഞ്ഞേ ആൻസർ എന്താ വരുന്നത്? ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം. അതായത് ഇതില് നോക്കിക്കേ, ലാസ്റ്റ് 3 വരുന്നതുണ്ട്, 4 വരുന്നതുണ്ട്, 3 വരുന്നതുണ്ട്, 2 വരുന്നതുണ്ട് അല്ലെ അവസാനത്തെ. സോ അവസാനത്തെ നമുക്ക് നോക്കിക്കേ, 3 ആണോ വരുന്നത്, 5 ആണോ വരുന്നത്, 2 ആണോ വരുന്നത്, 3 ആണോ വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 3 നോക്കുമ്പോൾ റീടീച്ചിങ് ആണ്, അവിടെ ഇരുന്നോട്ടെ. 2 നോക്കുന്ന സമയത്ത് ഇവാലുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഇവാലുവേഷൻ ആണോ റീടീച്ചിങ് ആണോ അവസാനം വരിക? ഇവാലുവേഷൻ കഴിഞ്ഞിട്ടല്ലേ റീടീച്ചിങ് നടത്തുക അല്ലേ? അല്ലാതെ റീടീച്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ ഇവാലുവേഷൻ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ റീടീച്ചിങ് ആണ് അവസാനം വരുന്നതെന്നുള്ളത് മനസ്സിലായി. സോ 3 ലാസ്റ്റ് വരുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ, എയും ഡിയും. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ബിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസറിലോട്ട് എത്തണ്ടേ. അല്ലാതെ ഇതിന് ഫുള്ള് നന്നായിട്ട് അറിയുന്ന കുട്ടിക്ക് മാത്രം എപ്പോഴും സെറ്റ് നെറ്റ് ഒക്കെ കിട്ടുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്, ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത്തരം ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രാക്ടീസ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാ കാര്യവും പഠിച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ 2 ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി നോക്കിയാൽ മതി. ഇനി നോക്കേണ്ട കാര്യം, ഈ റീടീച്ചിങ്ങിന്റെ തൊട്ട് മുൻപ് വരുന്ന സാധനം എന്താ? റീടീച്ചിങ് ആണ് അവസാനത്തെ സ്റ്റെപ്പ് എങ്കിൽ അതിന് തൊട്ട് മുൻപ് വരുന്നത് ഇവാലുവേഷൻ ആയിരിക്കില്ലേ? അല്ലാതെ ഈ ഓപ്ഷനിൽ പറഞ്ഞ പോലെ 5 പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽ ആയിരിക്കുമോ? പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയലും കഴിഞ്ഞതും റീടീച്ചിങ് നടത്തുമോ, അതോ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണോ റീടീച്ചിങ് നടത്തുക? ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് റീടീച്ചിങ് നടത്തുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ എയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അല്ലാതെ എല്ലാ സ്റ്റെപ്പും നമുക്ക് അറിയണമെന്നൊന്നുമില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതായത് 4 ആണ് ഫസ്റ്റ് വരുന്നത്, ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ് ആണ് ഒന്നാമത്തെ വരുന്നത്. ദെൻ രണ്ടാമത്തെ വരുന്നത് കണക്ടിങ് ദ പ്രസന്റ് നോളജ് വിത്ത് ദ പ്രീവിയസ് നോളജ്, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽ ആണ്, ഇതാണ് മൂന്നാമത്തെ ആയിട്ട് വരുന്നത്. ദെൻ വരുന്നത് 4ാമത്തെ ഇവാലുവേഷൻ ആണ്, ദെൻ 5ാമത്തെ റീടീച്ചിങ് ആണ്. ഇതാണ് സ്റ്റെപ്പ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 1-2 സ്റ്റെപ്പ് അറിയാം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ 1-2 സ്റ്റെപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ? സോ ഗ്രേഡിംഗ് വന്നു. ഗ്രേഡിംഗ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉള്ള ഒരു ഏരിയ ആണ് ഗ്രേഡിംഗ്. ഡിറക്റ്റ് എന്താ, ഇൻഡയറക്റ്റ് എന്താ, റിലേറ്റീവ് എന്താ, അബ്സല്യൂട്ട് എന്താ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ആണ്. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് ഏറ്റവും കുറഞ്ഞ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ. നോക്കിക്കേ, ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ഇറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ഗോൾസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം. ഏതാണ് കറക്റ്റ് ആൻസർ? പെട്ടെന്ന് ആൻസർ പറയാം, വീഡിയോ പോസ് ചെയ്യുക, ആൻസർ പറയാം. ഏതാണ്? ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ഈ ഗ്രേഡിങ്, കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യോ? അതാണ് ഏറ്റവും ലീസ്റ്റ്, കാരണം അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലേ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ഗോൾസ്. ശരിയാണ്, കാരണം ഒരു കുട്ടിക്ക് ഒരു ഗ്രേഡ് കൊടുക്കുന്ന സമയത്ത് അതെന്താണ്, അതൊരു ഷോർട്ട് ടേം ഗോൾസിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ഓപ്ഷൻ ബി ആണ് തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്. നോക്കിക്കേ, റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇതൊരു കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം.
അതായത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ഒന്ന് ഡിറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട് അല്ലേ, ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്ന് ഡിറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, പിന്നെ നോൺ ഡിറക്റ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ ഇൻഡിറക്റ്റ് ഗ്രേഡിംഗ് എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, അതുണ്ട്. ദെൻ റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്. ഓക്കെ, റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്. ദെൻ ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഉണ്ട്. ഇത്രയാണുള്ളത്. അപ്പൊ ഇത് രണ്ടെണ്ണം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക ആൻഡ് ഇത് രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കുക. സോ ഡിറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ സോഷ്യൽ സയൻസിന് A ഗ്രേഡ് കിട്ടി, മാത്സിന് B ഗ്രേഡ് കിട്ടി, അങ്ങനെ ഗ്രേഡാണ് ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് തരുന്നത് അല്ലേ. അതാണ് ഡിറക്റ്റ് ഗ്രേഡിംഗ്. അതായത് നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗ്രേഡ് തരുന്നു, അതാണ്. ഇനി ഇൻഡിറക്റ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ നോൺ ഡിറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം മാർക്ക് തന്ന് അതിന് ഗ്രേഡ് ആക്കുന്നൊരു പ്രക്രിയ. ഹൈസ്കൂളിലോട്ട് പോയ സമയത്ത് പിന്നെ നമുക്ക് മാർക്കാണ് തരുന്നത്. ഇപ്പോൾ ടെൻത്തിൽ തന്നെ ആയിക്കോട്ടെ, 10th നമുക്ക് മാർക്കാണ് തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ 90 മുതൽ 100 വരെ കിട്ടിയ കുട്ടിക്ക് A+, അല്ലെ 80 മുതൽ 90 വരെ കുട്ടിക്ക് A ഗ്രേഡ്, അങ്ങനെ മാർക്കിനെ ഗ്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, നോൺ ഡിറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് രണ്ടെണ്ണം അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി റിലേറ്റീവ് ഗ്രേഡിങ്ങും അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും ആണ്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. അതായത് നമ്മൾ പറയുകയാണ് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് A+ ആണ്, സെക്കൻഡ് കിട്ടിയ കുട്ടിക്ക് A ഗ്രേഡ് ആണ്, തേർഡ് കിട്ടിയ കുട്ടിക്ക് B+ ആണ് എന്നിങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യില്ലേ. നമ്മുടെ നോം റെഫറൻസ് ഉണ്ടല്ലോ, നോം റെഫറൻസ്ഡ് ക്രൈറ്റീരിയ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. നമ്മുടെ നോം റെഫറൻസ്ഡ് ക്രൈറ്റീരിയൻ ടെസ്റ്റ് എന്തായിരുന്നു, മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് റാങ്ക് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ HSA അല്ലെങ്കിൽ HSST ഒക്കെ ആയിക്കോട്ടെ, അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി സെക്കൻഡ് റാങ്ക് കിട്ടി എന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആവുന്നത്. അത് നോം റെഫറൻസ്ഡ് ആണ് അല്ലേ. അപ്പൊ ഗ്രേഡിംഗിന്റെ കേസിൽ ആ ഒരു കേസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഗ്രേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതല്ലാതെ കറക്റ്റ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയും അല്ല. ഇനി പെർസെൻറ്റേജ് ബേസ് ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും, പെർസെൻറ്റേജ് ഗ്രേഡിംഗ് എന്ന് പറയും. അപ്പൊ ആ പേര് പോലെ തന്നെയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിൽ നിങ്ങൾ ഇത്രയും ഡിഫിക്കൽട്ട് ആണെന്നൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് ഒരു ലോജിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. നോക്കിക്കേ, റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്. ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യണേ. ഇൻ വൺ സബ്ജക്ട് ടു ഓൾ ദ സബ്ജക്ട് ടു എ സെലക്ടഡ് ഹോമോജിനസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. In one subject to the performance of all students took the test in the same subject. In all subjects to the performance of all students in all subject. എന്താണ് ഈ പറയുന്നല്ലേ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു കിളി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താ ഈ പറയുന്നതെന്നുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. അതായത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇൻ ഓൾ സബ്ജക്ട് ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ഓൾ സബ്ജക്ട്. അതായത് എല്ലാ സബ്ജക്റ്റിലെയും ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റിലേറ്റീവ് പൊസിഷൻ ആണ്. അതായത് മറ്റുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തി. അപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ എല്ലാ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രേഡ് ഓരോ സബ്ജക്റ്റിനും ഗ്രേഡ് കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു കുട്ടിന്റെ പൊസിഷൻ ഇപ്പൊ തീരുമാനിക്കാമെന്ന് വിചാരിക്കാം, ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ സബ്ജക്റ്റും എല്ലാ സ്റ്റുഡൻസിനെയും വെച്ച് കൺസിഡർ ചെയ്തോടെ. ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത് ഇൻ ഓൾ സബ്ജക്ട് ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ഓൾ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കാരണം ഇൻ വൺ സബ്ജക്ട് ടു ദ ഓൾ സബ്ജക്ട് എന്ന് പറയുന്നതിലൊരു ഇതില്ല അല്ലെ. ഇനി ടു എ സെലക്ടഡ് ഹോമോജിനിയസ് ഗ്രൂപ്പ്, അങ്ങനെയാണ് നമ്മൾ ഗ്രേഡിംഗ് കൊടുക്കുക അല്ല. ഒരു ചെറിയൊരു ഹോമോജിനിയസ് ഗ്രൂപ്പിന് മാത്രം, ഹോമോജിനിയസ് പറഞ്ഞാൽ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഗ്രൂപ്പ്, അപ്പൊ അവരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് കൊടുക്കുക അല്ല. പിന്നെ ഇൻ വൺ സബ്ജക്ട് ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻറ് ടുക്ക് ദ ടെസ്റ്റ് ഇൻ ദ സെയിം സബ്ജക്ട്, അതിലും ഒരു മീനിങ് നമുക്ക് കിട്ടുന്നില്ല. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ്, എന്താണ് ഒരു വാലിഡിറ്റി, ഒരു ടെസ്റ്റിന്റെ വാലിഡിറ്റി എന്താണ്? കൺസിസ്റ്റൻസി ഇൻ സ്കോറിംഗ്, മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ, ഒബ്ജക്റ്റീവ് സ്കോറിംഗ്, സബ്ജക്റ്റീവ് വാല്യുവേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഏതാണ്? കൺസിസ്റ്റൻസി അല്ല. ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒരു ടെസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ആ കാര്യം തന്നെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ ടെസ്റ്റിന് നമ്മൾ എന്ത് പറയും? വാലിഡ് ആണെന്ന് പറയും. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ മാത്ത് ഫോബിയ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റിൽ മൊത്തം മാത്ത് ഫോബിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ടെസ്റ്റ് വാലിഡ് ആണ് എന്ന് പറയും. സോ വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ, ഈ വേർഡ് തന്നെയാണ് എപ്പോഴും ചോദിക്കുക. നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്, ഇൻറ്റൻസ് ടു മെഷർ. നമുക്ക് പഠിക്കാനുള്ളതും അതാണ്, എക്സാമിനും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. സോ വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ എന്നൊരു വാക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കുക, അത് വാലിഡിറ്റി ആണ്. ഇനി കൺസിസ്റ്റൻസി എന്താ? ഒരു സ്കോറിംഗിലെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിലയബിലിറ്റി അല്ലേ? അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവ് അറിയാലോ. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ, ഇപ്പം നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ ഒബ്ജക്റ്റീവാ, ആര് നോക്കിയാലും നിങ്ങൾക്ക് സെയിം മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ അല്ലേ? പക്ഷെ സബ്ജക്റ്റീവ് ആണെങ്കിലോ, ഇവാലുവേഷനെ കുറിച്ച് ഒരു 10 മാർക്കിന് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഫേവർ ആയിട്ടുള്ള സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 10 മാർക്ക് കൊടുക്കും. നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും 1-2 മാർക്ക് കുറയ്ക്കും അല്ലെ? അതാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ മെക്, കോമാക് ആൻഡ് യാഗർ ടാക്സോണമി? ഇതെന്താ ഈ ടാക്സോണമി? നമ്മൾ സാധാരണ ബ്ലൂംസ് ടാക്സോണമിയും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ RBTയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മെക്, കോമാക് ആൻഡ് യാഗർ ടാക്സോണമി എന്താണ് സംഭവം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് നോക്കാം. ഇതിന് നോളജ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്. ഇവിടെയും ക്വസ്റ്റ്യൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എന്നുള്ളതാണ്. ഓക്കെ, ഇല്ലാത്തത്. ഇത് ആക്ച്വലി ഇവാലുവേഷന്റെ ബേസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ഇവാലുവേഷൻ എന്നുള്ളൊരു വേർഡ് ഉള്ളത് കൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാലും നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ വരുന്നത് തന്നെയാണ്. സോ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ മെക്, കോമാക് ആൻഡ് യാഗർ ടാക്സോണമി എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, ഇവാലുവേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവാലുവേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. അതായത് അക്കോർഡിംഗ് ടു മെക്, കോമാക് ആൻഡ് യാഗേഴ്സ് ടാക്സോണമി ദർ ആർ 5 ഡൊമൈൻസ് ടു സയൻസ് എഡ്യൂക്കേഷൻ. സയൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. 5 ഡൊമൈൻസ് ആണുള്ളത്. 5 ഡൊമൈൻസ് ടു സയൻസ് എഡ്യൂക്കേഷൻ. ജസ്റ്റ് ഏതാ ഡൊമൈൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ പേര് മാത്രമേ പറയുന്നുള്ളൂ, സമയക്കുറവുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സോ നോക്കിക്കേ, നോളജ് ഡൊമൈൻ ഉണ്ട്, പ്രോസസ് ഡൊമൈൻ ഉണ്ട്. നോളജ് ഡൊമൈനിൽ വരുന്നത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സയൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, അത്രമാത്രം അറിഞ്ഞു വെച്ചാൽ മതി. പ്രോസസ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലോറിംഗ് ആൻഡ് ഡിസ്കവറിംഗ് ആണ്. അടുത്തത് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ഇമാജിങ് ആൻഡ് ക്രിയേറ്റിംഗ് ആണ്. ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ ഫീലിംഗ് ആൻഡ് വാല്യൂയിങ്. ദെൻ ആപ്ലിക്കേഷൻ ഡൊമൈൻ ദാറ്റ് ഈസ് യൂസിങ് ആൻഡ് അപ്ലൈയിങ്. അപ്പോൾ 5 ഡൊമൈൻസ് ആണുള്ളത്. നോളജ് ഡൊമൈൻ, പ്രോസസ് ഡൊമൈൻ, ക്രിയേറ്റിവിറ്റി ഡൊമൈൻ, ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻ ഡൊമൈൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എക്സാം അടുത്തോ അല്ലേ, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ഇനിയും പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. ഞാൻ ഇത്രയാണ് പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ മാർക്ക് എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ CEC-യിൽ സെറ്റിൻ്റെ ഒരു 30-day ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. 30 ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതും കാര്യങ്ങളെല്ലാം തരുന്നത്. ആ ഒരു സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് പഠിത്തം മുടക്കരുത്. ഡെയിലി കുറേ മണി, അതായത് നിങ്ങളിപ്പോൾ 1 മണിക്കൂറാണ് 2 മണിക്കൂറാണ് പഠിക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ മണിക്കൂർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ആ കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ റിവൈസ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.